വാർത്തകൾ പരിശോധിച്ചാൽ തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണം നഷ്ടപ്പെട്ടെന്ന റിപ്പോർട്ടിൽ ഇന്റലിജൻസ് മേധാവിക്കെതിരെ തിരുവിതാംകൂർ മുൻ രാജകുടുംബം. റിപ്പോർട്ടിന് പിന്നിൽ ഗൂഢലക്ഷ്യമെന്ന് മുൻ രാജകുടുംബത്തിന്റെ ആരോപണം. നീക്കം ആദിത്യവർമ്മയെ ലക്ഷ്യം വെച്ചെന്നും ആക്ഷേപമുണ്ട്. റിപ്പോർട്ടിനെതിരെ കോടതിയെ സമീപിക്കാനാണ് മുൻ രാജകുടുംബത്തിന്റെ തീരുമാനം. അതിനിടെ സ്വർണം നഷ്ടപ്പെട്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് സർക്കാർ പരിശോധിക്കുമെന്ന് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ഭരണസമിതിക്ക് കണക്ക് പുറത്തുവിട്ടില്ലെങ്കിൽ സർക്കാർ പുറത്തുവിടുമെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഷയം ഗവൺമെൻറ് കൂടുതൽ ഗൗരവത്തോടെ ചർച്ച ചെയ്യും. കാരണം ഒരു കാരണവശാലും ഒരു ക്ഷേത്ര സ്വത്തും അപഹരിക്കാൻ പാടില്ല, ആരാണെങ്കിലും. അതുകൊണ്ട് ആ റിപ്പോർട്ട് കൂടെ പരിശോധിച്ച് ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയോടാണ് അഭിപ്രായം ഗവൺമെൻറ് ചോദിച്ചത്. അവരുടെ അഭിപ്രായം ആണ് പത്രത്തിൽ ടി വിയിലൊക്കെ കണ്ടത്. പക്ഷേ അതിൻ്റെ പേരിൽ അന്വേഷണം നടത്താതിരിക്കില്ല. ആഭ്യന്തര മന്ത്രാലയമായിട്ട് ആലോചിച്ച് അന്വേഷണം ഗവൺമെന്റ് പ്രഖ്യാപിക്കും. അനുരു അശോകൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അനുരു, ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ ഈ മുൻ രാജകുടുംബാംഗമായിരുന്ന ആദിത്യവർമ്മയ്ക്കെതിരെ ഒരു സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വലിയ വിമർശനങ്ങൾ ആ രീതിയിലൊക്കെ ഉണ്ട്. അത് തന്നെ ആ വിവരങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ഇത്തരത്തിൽ ഒരു ഗൂഢലക്ഷ്യം ഉണ്ട് എന്ന ആരോപണം ആദിത്യവർമ്മയുമായി ബന്ധപ്പെട്ട് മുൻ രാജകുടുംബാംഗം ഈ രീതിയിൽ ഉന്നയിക്കുന്നത്. തീർച്ചയായിട്ടും രുജേഷ്, അതുതന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ജനങ്ങൾ നൽകിയ സ്വർണ്ണ കട്ടികളും സ്വർണ്ണ നാണയങ്ങളും ഇത് സംബന്ധിച്ചിട്ടുള്ള ക്ഷേത്ര ഉരുപ്പടികളും കാണാതെ പോയി എന്നുള്ളതായിരുന്നു ഇന്റലിജൻസ് സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ റിപ്പോർട്ട്. സംസ്ഥാന പോലീസ് മേധാവി ഈ റിപ്പോർട്ട് സർക്കാരിലേക്ക് നൽകുകയും സർക്കാർ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഈ റിപ്പോർട്ട് ക്ഷേത്ര ഭരണസമിതി ചെയർമാനായ തിരുവനന്തപുരം ജില്ലാ ജഡ്ജിക്ക് കൈമാറുകയായിരുന്നു. തുടർന്ന് ക്ഷേത്ര ഭരണസമിതി നടത്തിയ ഒരു പരിശോധനയിൽ ഇന്റലിജൻസ് പറയുന്ന രീതിയിലുള്ള യാതൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇത് സംബന്ധിച്ച് ഇത്തരത്തിൽ വസ്തുതാവിരുദ്ധമായ റിപ്പോർട്ട് നൽകിയ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണം, ഇവർക്കെതിരെ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് പറയുന്നു. ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ തിരുവിതാംകൂർ രാജകുടുംബവും ഇന്റലിജൻസിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർക്കെതിരെ എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് നൽകിയതെന്ന് പരിശോധിക്കണം. കൂടാതെ ഇന്റലിജൻസ് മേധാവി നൽകിയ റിപ്പോർട്ടിൽ ആദിത്യവർമ്മയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണ് നൽകിയത്. കാരണം റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇത്തരത്തിൽ ഈ പറയുന്ന ചെമ്പകനട വഴി പോകേണ്ടത് ക്ഷേത്രസ്ഥാനീയരും രാജകുടുംബാംഗങ്ങളുമാണ്. ഇവർക്ക് പുറമെ ആദിത്യവർമ്മയുമായി അടുപ്പമുള്ള 6 പേർ സുരക്ഷ നടപ്പിലാക്കാതെ ഈ പറയുന്ന സുരക്ഷാ ക്രമീകരണങ്ങളില്ലാതെ ക്ഷേത്രത്തിലേക്ക് അകത്തും പോവുകയും പുറത്തു വരികയും ചെയ്യുന്നു. ഇവർ കവടിയാർ കൊട്ടാരത്തിലെ നിത്യസന്ദർശകരാണ് എന്ന് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു റിപ്പോർട്ടിലെ പരാമർശം വരുമ്പോൾ സ്വാഭാവികമായും ഈ പറയുന്ന പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണ്ണമടക്കമുള്ള ഉരുപ്പടികൾ കൊട്ടാരത്തിലേക്കാണ് പോകുന്നതെന്നൊരു ധ്വനിയുണ്ട്. ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം അത്തരത്തിലുള്ളൊരു ആക്രമണമാണ് നടക്കുന്നത്. നമുക്കറിയാം, ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഈ പറയുന്ന സുരക്ഷാ ക്രമീകരണങ്ങളും അതിൻ്റെ ഭരണസമിതിയുടെ മേൽനോട്ടവുമൊക്കെ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം 2 തലത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ഭരണസമിതിയും ഒന്ന് ഉപദേശ സമിതിയുമാണ്. ഭരണസമിതിയിലെ അധ്യക്ഷനെന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലാ ജഡ്ജിയാണ്. ഉപദേശക സമിതിയിലെ അധ്യക്ഷനെന്ന് പറയുന്നത് ഹൈക്കോടതി മുൻ ജഡ്ജിയാണ്. ഈ ഇരുവരുടെയും സാന്നിധ്യത്തിലാണ് മെയ് 20-ന് ഇത്തരത്തിൽ ഇൻ്റലിജൻസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടന്നിരിക്കുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള യാതൊരു കുറവുകളോ സ്വർണം പുറത്തേക്ക് പോയതുമായിട്ടുള്ള റിപ്പോർട്ടുകളോ വിവരങ്ങളോ കണ്ടെത്തിയിട്ടില്ല. എന്നാൽ ഈ പറയുന്ന രീതിയിൽ കൃത്യമായി ഇന്റലിജൻസ് പറയുന്നു 78 ഗ്രാം സ്വർണ്ണമാണെന്ന് പറയുമ്പോഴും സ്വർണ്ണ ഉരുപ്പടികളാണെന്ന് പറയുമ്പോഴും എന്തുകൊണ്ട് അത് കൃത്യമായിട്ട് പോലീസിനെ അറിയിച്ചില്ല എന്നൊരു ചോദ്യം വരുന്നു. കൂടാതെ ഇത്തരത്തിലൊരു സ്വർണം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് പോലീസിൻ്റെ വീഴ്ചയാണ്. ത്രിതല സംവിധാനത്തിലുള്ള സുരക്ഷയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ആ സുരക്ഷാ പാളിച്ചയെക്കുറിച്ച് ഒരു തരത്തിലുള്ള വിവരങ്ങളും ഇന്റലിജൻസ് റിപ്പോർട്ടിൽ ഇല്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് ഉടൻ തന്നെ രാജകുടുംബം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് പരാതി നൽകും, മുഖ്യമന്ത്രി വി.ഡി. സതീശന് നൽകും. ഇത് സംബന്ധിച്ച് ദേവസ്വം മന്ത്രി കെ മുരളീധരനുമായിട്ടും രാജകുടുംബം സംസാരിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറഞ്ഞത് ഈ ഒരു പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണങ്ങളിൽ ഏതു തരത്തിലുള്ള അന്വേഷണത്തെയും രാജകുടുംബം സ്വാഗതം ചെയ്തിട്ടുണ്ട്. കൂടാതെ സർക്കാർ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് നൽകിയിട്ടുള്ള ഫണ്ട് സംബന്ധിച്ചിട്ടുള്ള ഒരു വിവരം അഡ്മിനിസ്ട്രേറ്റീവ് പുറത്തുവിടും. ഇനി എന്തായാലും ക്ഷേത്ര ഭരണസമിതി ഇത്തരത്തിൽ ഒരു യാതൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ പോലും സർക്കാർ തലത്തിൽ ഒരു അന്വേഷണം ഉണ്ടാകും എന്ന് തന്നെയാണ് രുജീഷ് പറയുന്നത്. ശരി.